ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും പേരുകേട്ട മാടായിക്കാവിൽ 10ാമത്തെ അടിയന്തരത്തിനുള്ള പുത്തരിയും പുതിയതും നിവേദിക്കുവാനുള്ള പുതിയ നെല്ലുമായി തെക്കൻ പള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘം മാടായിപ്പാറയിലെ പടിഞ്ഞാറേ നടയിലെത്തി. ഭക്തിയുടെ നിറവിൽ നടന്ന ചടങ്ങിൽ 10ാമത്തെ അടിയന്തരത്തിനുള്ള പുത്തരിയും പുതിയതും നിവേദിക്കുവാനുള്ള പുതിയ നെല്ലുമായാണ് തെക്കൻ പള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘം കതിർവെക്കും തറയിലെത്തി വാദ്യത്തിൻ്റെ അകമ്പടിയോടെ മാടായിക്കാവിൻ്റെ പടിഞ്ഞാറേ നടയിൽ എത്തി പുതുനെല്ല് സമർപ്പിച്ചത്. ക്ഷേത്രം ശാന്തിക്കാർ നെല്ല് സ്വീകരിച്ചു. വൈക്കോൽ കൊണ്ട് തീർത്ത പ്രത്യേകം പൊതികളിലാണ് നെല്ല് കൊണ്ടുവരുന്നത്. നാടിൻ്റെ കാർഷിക സമൃദ്ധികളുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മാടായിക്കാവും ക്ഷേത്രവും. ക്ഷേത്ര ആചാരങ്ങളിൽ കതിർവെക്കും തറയ്ക്കും കതിർ സമർപ്പണത്തിനും പുത്തരിക്കും പുതിയ നെല്ലിനും ഒക്കെ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നു. കൃഷിയിറക്കി ലഭിച്ച വിളകളിലെ ആദ്യ ഭാഗം മാടായിക്കാവിലമ്മയ്ക്ക് സമർപ്പിക്കുന്ന ചടങ്ങ് ഇന്നും നിലനിന്നു വരികയാണ്. മാടായിക്കാവിൽ 10ാമത് അടിയന്തരത്തിന് അമ്മക്കില് പുത്തിരിയും പുതിയത് കഴിക്കാൻ വേണ്ടിക്ക തെക്കഞ്ചേരി പൊള്ള എന്ന് പറയുന്ന ആൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് മാടായിക്കാവിൽ ഏൽപ്പിക്കുന്നതാണ്. ഇത് കാലാകാലങ്ങളിൽ സംക്രമത്തിനും അതിൻ്റെ 2 ദിവസത്തിനുള്ളിൽ ഇപ്രാവശ്യം നെല്ലിൻ്റെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് കുറച്ച് താമസം പിടിച്ചെന്ന് ആയതുകൊണ്ട് ഇന്ന് കൊണ്ടുവന്നത്. ഈ കെട്ടിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? തുള്ള് പൊതി, നമ്മൾ പൊതി എന്ന് പറയും. ഇവിടെ തുള്ള്, കാവിൽ പറയല് തുള്ളെന്നാണ്, നമ്മൾ പറയല് പൊതി. പൊതി കെട്ടുകയെന്നാണ് പറയല്. എന്ന് പറഞ്ഞാൽ പുല്ല് വിരിച്ച് അതിൽ ഒരു സേറ് ഒരു പിടിയും വാരി ഇട്ടിട്ട് അത് ഇതേപോലെ കെട്ടി വൃത്തിയാക്കി കൊണ്ടുവരും. വർത്തമാന ന്യൂസിന് വേണ്ടി രാജേഷ് എരുപുരം.